നേന്ത്രവാഴ കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. നേന്ത്രവാഴ കൃഷിയിലെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് പിണ്ടിപ്പുഴു എന്ന് പറയുന്നത്. ഈ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണ ലക്ഷണം തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. വാഴയ്ക്ക് ഒരു 6-7 മാസം പ്രായമാകുമ്പോഴാണ് ഈ പുഴുവിൻ്റെ ആക്രമണ ലക്ഷണം നമുക്ക് പ്രകടമാക്കുന്നത്. അതുവരെ വളരെ ആരോഗ്യത്തോട് കൂടി വളർന്നു വന്നിരുന്ന വാഴയുടെ ഇലകൾ ക്രമേണ മഞ്ഞളിക്കുന്നു. തോട്ടങ്ങളിൽ അവിടെ ഇവിടെയായി കുലകൾ വരാൻ തുടങ്ങുന്നു. ഈ കുലച്ച കുലകളെല്ലാം തന്നെ ശോഷിക്കുന്നു. അതിൻ്റെ കൂമ്പ് പൊട്ടിച്ചതിന് ശേഷം അത് കായ് തടിക്കുന്നില്ല. മൊത്തത്തിൽ പിന്നീട് വാഴയ്ക്ക് ആകെ അതിൻ്റെ വളർച്ച മുരടിക്കുന്നു, ശോഷിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പിണ്ടിപ്പുഴുവിൻ്റെ ഏറ്റവും അവസാന സമയത്തുള്ള രോഗം അല്ലെങ്കിൽ കീടബാധ ലക്ഷണം. ഈ സമയത്ത് നമുക്ക് ഇനി അതിനെ മരുന്ന് തളിച്ച് അതിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് 10-25% മാത്രമേ അതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. ബാക്കി ഉൽപ്പാദനം നമുക്ക് നഷ്ടത്തിലാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കീടം നമ്മളെ ഈ വാഴയെ ആക്രമിക്കുന്നത് ഏതാണ്ട് 4 മാസം 5 മാസം പ്രായമുള്ള സമയത്താണ്. ഈ സമയത്ത് ഇതിൻ്റെ വണ്ടുകൾ വാഴപ്പോളകൾക്കിടയിൽ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴയുടെ തട തുളച്ച് അതിനുള്ളിൽ കയറുകയും അതിനെ പിണ്ടിയെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. വാഴയ്ക്ക് പിന്നീട് അതിൻ്റെ പോഷകമൂലങ്ങളോ ജലാംശമോ ഒന്നും വലിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിൻ്റെ സെല്ലുകളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. അവസാനം നമുക്ക് ഈ 7 മാസം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ 6-7 മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള ലക്ഷണം മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് നമ്മൾ നിയന്ത്രണ വിധേയമാകുന്നില്ല. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, രോഗലക്ഷണം കാണുന്നതിന് മുമ്പേ വാഴയ്ക്കൊരു 4 മാസം പ്രായം കിട്ടുമ്പോൾ ഈ പറയുന്ന മരുന്ന്, ഞാനിവിടെ കാണിക്കുന്ന മരുന്ന്, നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം എന്ന തോതിൽ ചേർത്ത് നിങ്ങൾ മരുന്ന് അതിന് കൂമ്പ് മുതൽ തട വരെ നമ്മൾ തളിച്ചു കൊടുത്തിരിക്കണം. ഇത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതായത് ഒരു 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഇതേ മരുന്ന് തന്നെ നമുക്ക് വാഴത്തടകളിൽ പൂർണ്ണമായും തളിച്ചു കൊടുക്കുക. ഇത് സിസ്റ്റമിക് ആക്ഷനിലുള്ളൊരു മരുന്നാണ്. അതുകൊണ്ട് വാഴയുടെ ജലാംശത്തിലേക്ക് ഈ മരുന്ന് വാഴ വലിച്ചെടുക്കുകയും കീടങ്ങളെ പൂർണ്ണമായും പുഴുക്കളെ പൂർണ്ണമായും അതിനുള്ളിലുള്ള പുഴുക്കളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് മാത്രമാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, ഓരോ വാഴ കൃഷിക്കാരനും രോഗലക്ഷണം കണ്ടാലും കണ്ടില്ലെങ്കിലും നാം ഒരു 4-5 മാസം പ്രായമാകുമ്പോൾ തന്നെ പിണ്ടിപ്പുഴുവിനുള്ള ആദ്യത്തെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നാം സ്വീകരിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ മുടക്ക് മുതൽ നമ്മൾ അതുവരെ വാഴയ്ക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മുതലുകളും പൂർണ്ണമായും നഷ്ടത്തിലാകും. ഓരോ വാഴ കൃഷിക്കാരനെയും മനസ്സിൽ ഓർമ്മ വേണം, പിണ്ടിപ്പുഴു എന്ന് പറയുന്നത് വാഴയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന മാരകമായ ഒരു വില്ലൻ കീടമാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഗുഡ് ബൈ.